ആ രാമൻകുട്ടിയോ കേറി. എന്താ രാമൻകുട്ടി? ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഞാനിപ്പോ കുറച്ച് പ്രയാസത്തിലാണ്. പണിയൊന്നുമില്ല, വാടക കൊടുക്കാൻ പറ്റണില്ല. ഈ തോട്ടത്തിലോ പറമ്പിലോ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. ഈ പ്രായത്തിൽ എന്ത് പണിയാ രാമൻകുട്ടി ഞാനൊക്കെ വെക്കുക? ഇതൊരു കാര്യം ചെയ്യും, നീ നാളെ വരെ പോരും. നമ്മളെ ഈ വീടും ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി നടന്നാൽ മതി. ആ സൈന, ഞാൻ പോക്കറ്റിലൊരു 1000 ഉറുപ്പിക എടുത്ത. അതിനെ രാവിലെ വരട്ടുണ്ട്. പക്ഷേ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അതിലൊന്ന് കാര്യം പറഞ്ഞ മതിയാണ്. നമ്മളിപ്പോ ഈ സൈക്കിളൊക്കെ ഉന്തി ഇവിടെ എത്തുമ്പോഴേക്ക് 2-3 കുടിച്ചുകാർ വന്നിട്ട് മീൻ വിറ്റാണ് പോകും. പിന്നെ നിങ്ങളെപ്പോലത്തെ 2-3 ആൾക്കാരുണ്ടാവുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അനക്കെന്താ ഒരു പുസ്തകം വാങ്ങിക്കൂടെന്നാ? അതില്ല പൈസ ഒന്നും ഇല്ലാതെ നൂർജാനെ കെട്ടിക്കാൻ വെച്ച കുറച്ച് പൈസ ഉണ്ട്, അതന്നെ ഉള്ളു കയ്യിൽ. ഇൻഷാ അല്ലാ നൂർജാന്റെ കല്യാണമൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നടത്താം. ഇതൊരു ഗുഡ്സ് ഏർപ്പാടാക്കിട്ടോ. നിൻമുഖം എന്റെ കറുത്തുപോയി, കരിനിഴൽ വീഴ നിൻമുഖം തെളിയുവാൻ കാലമേ കാത്തിരിപ്പൂ. എത്ര പറഞ്ഞാലും കേൾക്കൂല. ഈ ഉമ്മറത്ത് ഇങ്ങനെ വന്ന് ചടഞ്ഞു കൂടിയിരിക്കണം. ആ പുറകിലെ റൂമിലെങ്ങാനും പോയി ചുരുണ്ട് കൂടിയാ പോരെ. മോശം. നീ ഒരു പതുക്കെ പറ, അച്ഛൻ കേൾക്കും. ഒച്ചുണ്ടായിട്ട് എനിക്കത് പോപ്പാ. അച്ഛന്റെ സംസാര ശേഷി മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നിൻമുഖം എന്റെ കറുത്തുപോയി, കരിനിഴൽ വീഴ നിൻമുഖം തെളിയുവാൻ കാലമേ കാത്തിരിപ്പൂ. എന്നാ കുട്ടിനെ വിളിച്ചത് ചായ കിട്ടും. എന്നാ കുട്ടിയൊക്കെ സംസാരിക്കണ്ടേ സംസാരിച്ചോട്ടെ. ഇതിനെന്താ 100? ഇതാണ് വണ്ടി. ആ കുഴപ്പമില്ലല്ലോ. എങ്ങനെയുണ്ട് ഓടിക്കാനൊക്കെ? എങ്ങനെയുണ്ട് വണ്ടി? കുഴപ്പമില്ലേ? അതെ വണ്ടിയാ. ആ അല്ല ചേരക്ക, ഇന്നലെ നമ്മളെ നൂർജാൻ ഒരു കൂട്ടർ വന്ന് കണ്ടിരുന്നു. സംഗതി രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മോതിരൊക്കെ കൈമാറിയിട്ടുണ്ട്. അല്ല ചെറുക്കനിപ്പോ എന്താ പണി? ഓന് ഇറച്ചിക്കടയിലെ പണി. ആ കുഴപ്പമൊന്നുമില്ലേ. നമ്മളെ ശേഖരൻ നായരെ വീട്ടിൽ നിന്ന് മീൻ കൊടുത്തോ? അവിടെ ആരുമില്ല. എന്നാ പിന്നെ ഇതുകൊണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാം.
പിന്നെ ഞാനൊരു കാര്യം പറയാം. അടുത്ത മാസം എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു ബിസിനസ് ടൂർ ഉള്ളതാണ്. അതിനു മുമ്പ് ഈ തന്തപ്പിടീനെ എവിടെയും കൊണ്ടാക്കിയത്. സരളെ, നമ്മുടെ കടബാധ്യത തീർക്കാൻ ഈ വീടിന്റെ സ്ഥലത്തിന്റെയും ആധാരം അച്ഛൻ പണയം വെക്കാൻ തന്നത് ഓർമ്മല്ലേ? അതിപ്പോ ഒന്ന് ജപ്തിന്റെ വക്കിലാണ്. അതെങ്ങാൻ അച്ഛൻ അറിഞ്ഞാൽ. ഓ, നിങ്ങൾ അച്ഛനെ താനെടുത്തോണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നു. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അല്ല, നമ്മൾ ആദ്യരാത്രിയല്ലേ, അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാണ്ടാവുമല്ലോ. അല്ല നൂറെ, കോളേജിലൊക്കെ പഠിച്ചു എന്നാണല്ലോ പറഞ്ഞത്. പ്രേമം വല്ലതും ഉണ്ടായിരുന്നോ? എന്തീ പറയണേ? എൻ്റെ അമ്മ ഇപ്പം മരണപ്പെട്ട ശേഷം എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ എൻ്റെ ബഷീർക്കാണ്. ആ ഇക്കാക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യേയില്ല. ഈ ബഷീർക്കൊന്നും കോളേജിൽ വന്ന് നോക്കാൻ പോണില്ലല്ലോ. കുട്ടികളി ഉണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. കോളേജിൽ പഠിക്കുമ്പോൾ ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഉപ്പയും പിരിയാൻ കാരണം വല്ലതും കാണുമല്ലോ. നിങ്ങൾ എന്തീ പറയണ മനുഷ്യ? ബാക്കി നമുക്ക് പിന്നെ പറയാം. ഒന്ന് പെരി പോയി നോക്കട്ടെ. എപ്പോ നോക്കിയാൽ എന്റെ ഫോൺ വിളിക്കാണല്ലോ. സ്ക്രീൻഷോട്ട് വെച്ചല്ലേ? എവിടെ എടുക്കേ? എന്തേ പറഞ്ഞാലേ? ബഷീറെ, ഇന്ന് മീനൊന്നുമില്ലേ? ഇല്ല, ഇന്ന് ലീവായി. ശരി. പിന്നെ അവിടെ നൂർജാന്റെ കാര്യമൊക്കെ എന്താ? കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോണു. അൽഹംദുലില്ലാ. എന്നാ ശരി ബഷീറെ, അസ്സലാമു അലൈക്കും. ഹലോ ഇക്ക, ഇക്കന്ന് ഇവിടെ വരുന്നുണ്ടോ? ഇല്ലേ? ഏയ് ഒന്നുമില്ല ഇക്ക, ഞാൻ ഇക്കനെ വിളിക്കാട്ടോ. ഇക്കാക്കിന്ന് ഇതണക്കിനി വേണ്ട. അല്ലേ, ഇക്കാക്കാനെ ഞാനൊന്ന് കാണട്ടെ. ഈ ബന്ധം ഇനി മുന്നോട്ട് പോകൂല.
ആ ചിട്ടി ഇതിപ്പോ ഞാനും സകലയും നാളെ ഞങ്ങൾ ടൂറ് പോവാണ്. 2 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പൊ അച്ഛനെ അവള് വൃദ്ധസദനത്തിലാക്കണം എന്നാ പറഞ്ഞ. വൃദ്ധസദനോ? അതൊന്നും വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വരും. നിങ്ങൾ വരുന്നത് വരെ നമ്മളെ രാമകുട്ടിനെ അങ്ങോട്ട് കൊടുക്കും. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൂടി. എന്ത് നൂറോ ഈ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? കാലം എത്രയായി? ഈ ഇങ്ങനെ വിഷമിച്ച് എനിക്ക് സങ്കടാവൂലേ? അതെയോ? അപ്പൊ അടുത്ത മാസം പെരുന്നാളിന് മുമ്പ് ഇവിടെ എത്തും. അൽഹംദുലില്ലാ. എനിക്കും ഉമ്മാക്കും ഒന്നും വേണ്ട. ഇത് നമ്മുടെ അയലോക്കത്തെ കുട്ടിയൊക്കെ എന്തെങ്കിലും കൊടുക്കണം. ആയിക്കോട്ടെ. ആ സത്താറെ, ഇവിടെ വന്ന കുട്ടിനോട് കുറച്ച് കാര്യം പറഞ്ഞു. നമ്മൾ ശേഖരൻ നായർ വലിയ കഷ്ടത്തിന്. നമ്മൾ എത്ര ഉന്നതിയിലെത്തിയാലും ഒന്ന പോയി മറക്കാൻ പറ്റും. നിനക്ക് ആദ്യമായി നല്ലൊരു പേരൻറ് സ്വത്തും വാങ്ങിച്ചു തന്നത് ശേഖരേട്ടനാ. പിന്നെ നിന്റെ പഠനത്തിന് ജാതി ഗൾഫ് പോകുമ്പോൾ പൈസക്ക് വേണ്ടി ഞാൻ നാട്ടിൽ തിരിഞ്ഞപ്പോൾ എന്നെ സഹായിച്ചത് നിന്റെ ഉമ്മ അന്ന് ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ അറിയാതെ ബില്ല് അടച്ച ആളാണ്. സത്താരെ, എനിക്ക് കുട്ടിയോടൊരു കാര്യം കൂടി പറയാനുണ്ട്. കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ ഇത് ഒഴിഞ്ഞു മാറും. ഇനിയിപ്പോൾ അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് ഉമ്മാക്കും പ്രായമായി വരാം. ഇപ്പോൾ ഒരു ലീവ് കഴിഞ്ഞ് പോകുന്ന മുമ്പ് കുട്ടി ഒരു കല്യാണത്തിന് സമ്മതിക്കണം. ഉപ്പ, നമ്മുടെ ബഷീറാക്കാന്റെ പെങ്ങളുണ്ടല്ലോ, വീട്ടിലിരിക്കാണല്ലോ. ഉപ്പാക്ക് ഉമ്മാക്കും സമ്മതമാണ് നൂർജഹാന് ഒരു ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഉപ്പ, ഇത് നടക്കുകയാണെങ്കിൽ വലിയ ആഡംബരമൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ആ പൈസ കൊണ്ട് നമ്മളെ രാമൻകുട്ടിക്ക് ഒരു പെര വെച്ച് കൊടുക്കാം. നമ്മളെ കുട്ടീൻ്റെ വലിയൊരു മനസ്സേ. നിങ്ങളതല്ലേ കുട്ടി? ഞാൻ എന്നാ ബഷീറിനെ പെരൊന്ന് വിളിക്കട്ടെ. സൈനോ, നമ്മുടെ ശേഖരൻ നായരുടെ വീടും സ്ഥലവും അടുത്ത ആഴ്ച വ്യക്തിയാണ്. 4 കോടി ഉറുപ്പിൻ്റെ ബാധ്യതയാണ്. അതിപ്പോൾ നമുക്ക് കൂട്ടിയാൽ കൂടില്ല. നമുക്ക് ഈ പെരേക്ക് ശേഖരൻ നായരെ കൂട്ടിങ്ങിട്ട് പോകണമല്ലോ. എന്താ എൻ്റെ അഭിപ്രായം? നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും എതിര് നിന്നുണ്ടോ? ലോഡ്ജ് മുറിയിൽ ദമ്പതികൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ചെന്നൈ നഗരത്തിലെ വലിയൊരു ലോഡ്ജ് മുറിയിൽ മലയാളികളായ ദമ്പതികൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ആത്മഹത്യാക്കുറിപ്പിൽ മരണകാരണം കടബാധ്യത മൂലമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ എടാ, ഇത് നമ്മളെ ശേഖരൻ നായരെ മകനും മരുകളും അല്ലേ? ആണോ? എന്താ പറ്റിയാവല്ലേ? എടാ, 30 കോടികൾ കണ്ടെന്നാ പറയണ കേൾക്കണം. എന്താ കരയണ്ട. കരഞ്ഞാൽ നമ്മൾ തോറ്റു എന്നാ. നമ്മൾ തോറ്റിട്ടില്ല നേരെ. നമ്മളൊന്ന് വിചാരിക്കുന്നു, പടച്ചോ മറ്റൊന്ന് കാണുന്നു. പടച്ചോന്റെ ഖജനാവില് എടുത്താൽ തീരാത്ത മുതലുണ്ട്. അതൊരു ബിരുദാരനെ പോലെ. അത് വരും പോകും. നമ്മളെ പടച്ചോൻ കുഴപ്പമില്ല.
നമ്മൾ ഈ കുടിയിൽ ഒരു പെരക്കാരെ പോലെ സുഖമായിട്ട് കഴിച്ചു. സത്താറെ ഇത് നായരെ പിടിച്ചാണ് കയറ്റിക്ക. സത്താറെ, ഇതുവരെ നിങ്ങൾക്ക് ഒരു ബാപ്പ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഒരു അച്ഛനും കൂടി ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഈ പുരൊരു സ്വർഗാക്കി മാറ്റണം. ഇവിടെ പുതിയൊരു പുലരി പറക്കട്ടെ. ബാങ്കാണ് കേൾക്കണേ. ഇതിന്റെ കുപ്പായം കുറഞ്ഞെടുത്ത ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വരാം.